ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിലൊരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. തുടർന്ന് ഡോക്ടർ ശ്രീകല മാഡത്തിനെ ഒന്ന് പരിചയപ്പെടാനും ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഡോക്ടറുടെ ഒരു ഫസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് കിട്ടിയപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഡോക്ടർ നമ്മുടെ ജീവിതത്തെ ഒരു ഹയർ ലെവലിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുകയും മനുഷ്യരുടെ നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വളരെ ലളിതമായ രീതിയിൽ അത് അനലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്കിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഞാൻ മാഡത്തിനോട് എനിക്കൊരു ക്രൈസിസ് ഉണ്ടെന്ന്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മാഡം പറഞ്ഞ് ക്രൈസിസ് എന്ന് പറയരുത്, ബ്ലെസ്സിങ്സ് എന്ന് പറയണം. നമുക്കത് വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നി. എനിവേ ഡോക്ടർ എൻ്റെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വളരെ സിമ്പിളാണ്, ഇത് പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണാവുന്നതാണ്. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരു അതിശയം തോന്നി. കാരണം നമ്മളെ സംബന്ധിച്ചോളം വളരെ സങ്കീർണമായ പ്രശ്നമാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ടത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം മാഡം എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ, 2-3-4 കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. തുടർന്ന് മറ്റു കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതായത് ഒരു കറൻസി എടുത്തിട്ട് അതിൽ നോക്കി ചില കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അതായത് എൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു മെയിൻ കാരണം മാഡം പറഞ്ഞത് ഞാൻ മണിയെ പിന്നെ റെസ്പെക്റ്റ് ചെയ്തില്ല, മണിക്ക് വേണ്ട വാല്യൂ കൊടുത്തില്ല, നിസ്സാരമായി കണ്ട്. ശരിക്കും അതൊരു സത്യം തന്നെയാണ്. ഞാൻ പൈസ കിട്ടുന്ന എൻ്റെ പൈസ ഞാൻ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്തില്ല. അതായത് ശ്രദ്ധിക്കാതെ പല കാര്യങ്ങൾക്കും പാഴായി ചിലവാക്കി. പിന്നെ ചില തെറ്റായ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പൈസ നഷ്ടം വന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നത്തിന് കാരണം. എനിവേ മാഡം അത് പറഞ്ഞു, എന്നിട്ട് എന്നെ ബ്ലെസ് ചെയ്തു. പിന്നെ മാഡം ഫീസൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ പ്രശ്നം കണ്ടിട്ട് മാഡം എനിക്കത് അങ്ങനെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം എനിക്ക് ഇത് കറൻസി എടുത്ത് പറയാനായിട്ട് എൻ്റെ അടുത്തൊരു കറൻസി പോലും ഇല്ല. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് 5 ദിനാർ കൊണ്ടു തന്നു, കുവൈറ്റ് ദിനാർ. എനിക്കത് വളരെ അതിശയം തോന്നി. കാരണം മാഡം എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, മാഡം എന്നെ ബ്ലെസ് ചെയ്തു. ഞാനൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല, അതിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ വന്നു തുടങ്ങി. എനിക്കത് ഒരു അത്ഭുതമാണത്.